ഇപ്പൊ ഈ മിനി സ്ക്രീനിൽ തന്നെ പലതരം റിയാലിറ്റി ഷോസ് ഉണ്ട്. അതിനകത്ത് തന്നെ നമുക്കിടയിൽ ഭയങ്കരമായിട്ട് ആക്സെപ്റ്റൻസ് കിട്ടിയ റിയാലിറ്റി ഷോ അല്ലേ നമ്മുടെ ഈ ബിഗ് ബോസ്. വിവാദങ്ങൾ കാരണം ഭയങ്കര പോപ്പുലാരിറ്റി കിട്ടിയ ഷോ ആണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. അപ്പോൾ നോർമലി ബിഗ് ബോസിനകത്തുള്ള പ്രശ്നങ്ങളായിരുന്നു പുറത്ത് കൂടുതലായിട്ട് കണ്ടായിരുന്നു. ഇപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസിന് പുറത്താണ് കൂടുതൽ വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് കൂടുതൽ കോൺട്രവേഴ്സി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. അതിനാണ് ഇപ്പോൾ കൂടുതൽ റീച്ച് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആകാം മേ ബി ഈ ബിഗ് ബോസ് യൂഷ്വലായിട്ട് ഫോളോ ചെയ്ത കാണാത്ത പ്രേക്ഷകർക്ക് കൂടിയും ഒരുപാട് ഇത് എത്തിയിട്ടുണ്ട്. ഈ പുറത്തുള്ള കോൺട്രവേഴ്സീസ് ഇത്ര ഭയങ്കരമായിട്ട് പീക്കിൽ നിൽക്കുന്ന കാരണം അതും പോപ്പുലാരിറ്റി കൂട്ടാൻ ഒരു റീസൺ ആയിട്ട് വരുന്നുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നോർമൽ മനുഷ്യന്മാർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവന്റെ ലൈഫിലേക്ക് ഒന്ന് എത്തി നോക്കാന്ന് പറയുന്നത് ഭയങ്കര ക്യൂരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ ഇവർ അതിന് ഒരു സ്പേസ് ഉണ്ടാക്കി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വീട്ടിലിരുന്ന് സുഖസുന്ദരമായിട്ട് അപ്പുറത്തുള്ള വ്യക്തി നമ്മൾ കാണില്ല എന്ന് ഉറപ്പുണ്ടായിട്ട് തന്നെ നമുക്ക് സുഖമായിട്ട് ഇന്ന് കാണാൻ പറ്റുകയാണ്. എന്നിട്ട് അവനെ കുറ്റം പറയുക, അങ്ങനത്തെ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കൈൻഡ് ഓഫ് വോയറിസം എന്നൊക്കെ പറഞ്ഞ പോലെ. അല്ല, അപ്പൊ നമുക്കിത് അതിന് എക്സാക്ട്ലി വോയറസ് എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇപ്പൊ വോയറസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെക്ഷൽ അറോസൽ ഉണ്ടാവണം. ബാക്കിയുള്ള ആൾക്കാർ നേക്കഡ് ആയിട്ടോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഒരാളുടെ സെക്ഷൽ ആക്ടിവിറ്റി കാണുമ്പോൾ നമ്മൾ ഒളിച്ചു നോക്കുന്ന വഴി നമുക്കൊരു സെക്ഷൽ അറോസൽ ഉണ്ടാവുന്ന ആ ഒരു ഇതിനാണ് എക്സാക്ട്ലി വോയറസ് എന്ന് പറയുന്നത്. ഇതൊരു വോയറസ് എന്ന് പറയാൻ പറ്റില്ല. അത് അത്രയും കുറച്ചൊരു എക്സ്ട്രീം ആണ്. ഇതിന്റെ ഒരു ബേസിക് വേർഷൻ ഒരു മിനിയേച്ചർ എന്നൊക്കെ പറയുന്ന പോലെ. അങ്ങനെ വേണമെങ്കിൽ പറയാൻ പറ്റുമായിരിക്കും. ഈ വ്യോറിസ്റ്റിക് ബിഹേവിയർ എന്ന് പറയുമ്പോൾ വേറൊരാളുടെ പ്രൈവറ്റ് ലൈഫിലേക്ക് എത്തി നോക്കുക എന്ന് പറയുന്നത് ഈ കൈൻഡ് ഓഫ് ബിഹേവിയർ എന്നല്ല പറയുന്നത്. അതെ, അപ്പോൾ അതിനൊരു വേറെ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന അതാ സംഭവമല്ലേ? പറഞ്ഞത്. അതിപ്പോ വോയിസ് എന്ന് പറഞ്ഞാൽ ഒരു എക്സ്ട്രീം ഫോമിലേക്കല്ല അത്. അതിന്റെ ഒരു ചെറിയൊരു ബേസിക് വേർഷൻ പോലെ പറയാം. അതായത് ഇപ്പൊ ചെറിയൊരു മിനിയേച്ചർ വേർഷൻ പോലെ പറയില്ലേ, അത്ര എക്സ്ട്രീം അല്ല വോയിസിന്റെ. മേ ബി അതുകൊണ്ട് തന്നെ ആവാം പലർക്കും കാണുന്നുണ്ടെങ്കിൽ പോലും ഒരുപാട് പേര് കാണുന്നില്ല, ഇതെന്തോ കാണുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യം, അങ്ങനെ ഉള്ള ഒരുപാട് സംസാരിക്കുന്ന ഒരുപാട് പേരെയും കണ്ടിട്ട്. ഇപ്പം അടുത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഞാനും ഒരു കസിനോട് സംസാരിച്ചിരിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് എന്തോ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ബിഗ് ബോസിന്റെ ടോപ്പിക്ക് വന്നു. അപ്പൊ ഞാനും ആക്ച്വലി ഈ ഇതില് ചില ഫൈറ്റും അവർ തമ്മിലുള്ള ക്ലാഷും കാര്യങ്ങളൊക്കെ വീഡിയോ ക്ലിപ്പിംഗ് വരുന്ന കാണാറുണ്ട്, അല്ലാണ്ട് കണ്ടിന്യൂസ് ഒരു വാച്ച് ചെയ്യുന്ന ആളല്ല. അപ്പൊ ഇതിനെപ്പറ്റി എന്തോ പറഞ്ഞപ്പോ ഫസ്റ്റ് ഇവൻ പറഞ്ഞ ഡയലോഗ്, അയ്യ ഇതൊക്കെ കാണും, ഇത് എന്ത് പരിപാടി അതാണ്. അപ്പൊ ഞാൻ അവനോട് ഇത് പറഞ്ഞു, ഇതെല്ലാരും കാണുന്നത് തന്നെയാണ്. കാരണം ഇങ്ങനത്തെ ഫൈറ്റ് കാര്യങ്ങൾ പ്രശ്നങ്ങൾ ബാക്കിയുള്ളവർ നടക്കുന്നത്, അത് ഒരു ക്യൂരിയോസിറ്റി എല്ലാവർക്കും ഉണ്ട്. അത് കാരണം നല്ല ശതമാനം ആളുകൾ കാണുന്നതാണ് എന്ന് പറഞ്ഞതിന് ശേഷം ഇവൻ ഭയങ്കര കംഫർട്ടബിൾ ആയി. പിന്നീട് അതിന് ശേഷം ഇവൻ ഒരുപാട് ഇതിന്റെ ഫോളോ അപ്പും കഥകൾ ഇങ്ങോട്ട് പറഞ്ഞു തരൽ തുടങ്ങി. അപ്പൊ ഇതൊരുപാട് പേര് കാണുന്നത് എന്തോ മോശമാണെന്നും എന്നാൽ കാണുകയും ചെയ്യുന്ന ഒരു പ്രോഗ്രാമായിട്ട് തോന്നി. എനിക്ക് തോന്നിയിട്ടുണ്ട് പല ആൾക്കാർക്കും കണ്ടു തുടങ്ങി കഴിഞ്ഞാൽ ഭയങ്കര അഡിക്ഷൻ പോലെ തന്നെയാണ്. അതെ. നമ്മൾ ഇതിനകത്ത് ഒരു ലൂപ്പിൽ പെട്ട പോലെ തന്നെയാണ് പല ആൾക്കാരും. പണ്ട് മലയാളി ഹൗസ് എന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ചൊരു മോശം പ്രോഗ്രാം പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഒരു നല്ല ഒരു മെസ്സേജോ കാര്യങ്ങളൊന്നും അല്ല അത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഞാൻ ഈ ബിഗ് ബോസ് എന്ന് വിചാരിക്കുമ്പോഴും ഫസ്റ്റ് വിചാരിച്ച് അങ്ങനത്തെ കൈൻഡ് ഒരു പ്രോഗ്രാം എന്ന് വിചാരിച്ചതാണ്. പിന്നെ വീക്കെൻഡ് എപ്പിസോഡിൽ മോഹൻലാൽ കേട്ടോ, ലാലേട്ടനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഈ സാധനം കാണാൻ തുടങ്ങിയത്. അപ്പോൾ ഈ വീക്കെൻഡ് എപ്പിസോഡിൽ ഈ എപ്പിസോഡ് കാണുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയോ നടന്നുകൊണ്ടിരിക്കുന്നു, പുള്ളി എന്തൊക്കെയോ സംസാരിക്കുന്നത്, നമുക്കത് കണക്ട് ആവുന്നില്ല. അപ്പൊ ആ കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ബിഗ് ബോസ് കാണാൻ തുടങ്ങുന്നത്. പിന്നെ നീയും കണ്ടു തുടങ്ങി. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ തുടങ്ങിയത്. പിന്നെ ഒരു പോയിന്റിൽ എനിക്ക് ഇത് ഭയങ്കര ആവശ്യമില്ലാത്ത തല്ലും പിടിയും, നമുക്കൊരു പോസിറ്റീവ് വൈബും കാര്യങ്ങളൊന്നും എന്ന് വെച്ച് ഞാൻ അത് നിർത്തി. എനിക്കും ഇതുപോലെ തന്നെയാ. മോഹൻലാലിനെ കാണാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ ബിഗ് ബോസും കണ്ടു തുടങ്ങിയത്. അപ്പൊ പിന്നെ തുടക്കത്തിൽ കുറച്ച് സീസൺ ഒക്കെ കണ്ടിരുന്നു. അതിനകത്ത് ഒരു ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ ഒരു സീസൺ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അഖിൽ മാരാര് വിന്നർ ആയിട്ടുള്ള ആ സീസണും കണ്ടിട്ടുണ്ടായിരുന്നു. പ്രീവിയസ് സീസൺ തൊട്ടുമുമ്പത്തെ സീസൺ. ഈ സീസൺ അങ്ങനെ ഫോളോ ചെയ്യുന്നൊന്നുമില്ല കാര്യമായിട്ട്. ബിഗ് ബോസ് ശരിക്കും ഒരു ഫിലിം പോലെ തന്നെ പല കേസിലും ആളുകൾ ഇമോഷണലി എടുക്കുന്നുണ്ട് തോന്നുന്നു. കാരണം ഇപ്പോൾ നമ്മൾ പലപ്പോഴും ഇപ്പോൾ ഇവര് ഔട്ടായ ആളുകളൊക്കെ എയർപോർട്ടിൽ വരുന്ന സമയത്ത് സ്വീകരിക്കാൻ പോകല്, അതൊക്കെ ഭയങ്കര ആഘോഷമായിട്ട് ഇതിന്റെ മുൻ സ്റ്റാർഡം കിട്ടുന്ന പോലെ തന്നെയാണ്. അതെ. പക്ഷെ അത് ഒരു ഫിലിമിന്റെ കേസ് പറഞ്ഞത് തന്നെ കുറച്ച് ടൈമൊക്കെ നിൽക്കുന്നുള്ളൂ അധികാലത്തേക്ക്. വേറൊരു വിറ്റ് ഉണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഒരു റോബിൻ രാധാകൃഷ്ണൻ ആ ഒരു ഡോക്ടർ എവിക്റ്റഡ് ആയ സമയത്ത് മോഹൻലാലിന്റെ അക്കൗണ്ടിലൊക്കെ കയറിയിട്ട് ആൾക്കാർ ഇവന്റെ ഫാൻസ് ഭയങ്കരമായിട്ട് അബ്യൂസീവ് അല്ല, ആയിട്ട് അതിനേക്കാൾ ഇതായിരുന്നു രജത് സാർ ഉണ്ടായിരുന്ന ആ ഒരു സീസണിൽ. ആ സമയത്ത് കൊറോണ കോവിഡൊക്കെ പീക്കിൽ നിൽക്കുന്ന സമയം, എന്നിട്ട് പോലും ആൾ എയർപോർട്ടിൽ ഇറങ്ങുന്ന സമയത്ത് ഭയങ്കര ആളുകളും പോലീസിനും ഇവർക്കൊന്നും കൺട്രോൾ ചെയ്യാനോ ഇതാക്കാൻ പറ്റും അത്രയും അധികം ആളുകളെ എയർപോർട്ടിൽ ആളെ സ്വീകരിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഈ കോൺടെസ്റ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഈ ആളുകളൊക്കെ എന്താ മോഹൻലാലിനേക്കാൾ വലിയ ആളായി മാറുന്നുള്ള തെറ്റിദ്ധാരണല്ലോ, അത് ഇവിടെ വരുന്നുണ്ട്. എന്നിട്ട് ഇയാളാണ് മോഹൻലാലാണ് എല്ലാം കൺട്രോൾ ചെയ്യുന്നതാണ് ഈ നോർമൽ പ്രേക്ഷകരുടെ തെറ്റായ ചിന്താഗതി ഉണ്ട് തോന്നുന്നു. എന്നിട്ട് ഇയാളുടെ മേൽ തെരുവിളിക്കുക, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുക. ഒരു ഹോസ്റ്റ് മാത്രമാണ് ഒരു പറഞ്ഞ പ്രകാരം അയാള് ചെയ്യുന്നു. ലാലേട്ടൻ എന്നൊക്കെ പറഞ്ഞാൽ എത്ര ബിസി ആയിട്ടുള്ള ആളാന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ. അത് വെച്ചിട്ട് ആൾക്ക് ടൈം ഉണ്ടാവുമോ 24/7 വരുടെ എന്താ കാണിക്കുന്നൊക്കെയാണ് ഡിസിഷൻ. അപ്പോൾ ഷോയുടെ ടീം എന്താണോ ഡിസൈഡ് ചെയ്യുന്നത്, അവരുടെ കാര്യങ്ങൾ എന്താണോ അത് മോഹൻലാൽ ത്രൂ അവർ പുറത്തേക്ക്
വിടുന്നു മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഇപ്പൊ നമ്മള് അറിയാലോ, ഇപ്പൊ ബിഗ് ബോസിന് ഇപ്പൊ എസ്പെഷ്യലി ഇപ്പോഴത്തെ സീസണിൽ ചില ആളുകൾക്ക് ഭയങ്കരമായിട്ട് ഹേറ്റേഴ്സ് ഉണ്ട്, ചില സപ്പോർട്ടേഴ്സ് ഉണ്ട്, ചില ആളുകൾക്ക്. അത് എല്ലാ സീസണിലും ഉണ്ട്, ഉം. എസ്പെഷ്യലി ഈ സീസണിലെ കുറച്ച് കൂടുതലാണ് തോന്നുന്നുണ്ട്. അതും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും ബിഗ് ബോസ് എന്ന് പറഞ്ഞ ആ ഷോയുടെ ടീമിന് ഡിസൈഡ് ചെയ്തൂടെ ആരെ ഹേറ്റ് ചെയ്യണം, ആരെ ഇഷ്ടപ്പെടുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ 24/7 അവിടെ റൺ ചെയ്യുന്നുണ്ട് ക്യാമറ. അവരകത്ത് അറൗണ്ട് 100 അങ്ങാണ്ട് ക്യാമറാസും പറയുന്നുണ്ട്. ഇതിൽ ഒരു 24 മണിക്കൂർ 100 ക്യാമറ വെച്ച് കഴിഞ്ഞാൽ 2400 മണിക്കൂർ ഷൂട്ട് ചെയ്ത ഫുട്ടേജിൽ നിന്ന് ഇവർ ഒരു 45 മിനിറ്റ്സോ അങ്ങാണ്ടാണ് നമുക്കൊരു സൗട്ട് വിടുന്നത്. അപ്പോൾ ഇത് കൊണ്ട് വെച്ച് ശരിക്കും നമുക്ക് ഒരാളെ കാണുന്ന ആളുകൾക്ക് പുറത്തുള്ള ആളുകളെ വിലയിരുത്താനും നമ്മുടെ കണ്ടസ്റ്റൻസിനെ നല്ലവരാണ് ചീത്തയാണെന്ന് പറയാനും പറ്റുന്നില്ല. പല ആൾക്കാരും കാര്യമായിട്ട് പറഞ്ഞ കാര്യങ്ങളൊന്നും ചിലപ്പോൾ അതിനകത്ത് റെലവെന്റ് പെട്ട് ആയിട്ടൊരു കണ്ടന്റ് അല്ല എന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ചില ആൾക്കാരൊക്കെ കട്ട് ചെയ്ത് പോയി കട്ട് ചെയ്ത് കാണുമായിരിക്കും. പോകാണ്. ഒരാളുടെ പോസിറ്റീവ് വശങ്ങൾ മാത്രം നമുക്ക് വേണമെങ്കിൽ കാണിക്കാം, അതെ, നെഗറ്റീവ് വശം അതിന് മാത്രം ഈ കാണിക്കാം. റെലവൻസി, ഈ കണ്ടന്റിന്റെ റെലവൻസി ഡിസൈഡ് ചെയ്യുന്നത് 100% ബിഗ് ബോസിന്റെ മാത്രം കയ്യിലുള്ള കാര്യങ്ങളാണ്. അപ്പൊ അത് വെച്ച് ശരിക്കും ഇപ്പൊ നമ്മൾ പുറത്ത് അത് കണ്ടിട്ട് ഒരാള് നല്ലതല്ല ചീത്തയല്ല ഇവര് നല്ലതാണ് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ കഴിഞ്ഞ 2 സീസണിലെ പുറത്ത് തന്നെ ഇറങ്ങുന്ന പല കണ്ടസ്റ്റൻസും ഭയങ്കര ഹാർഷ് ആയിട്ടുള്ള ക്രിറ്റിസിസം ഫേസ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞ അത്രക്കൊക്കെ വേണ്ട ആവശ്യം ഉണ്ടോ എന്ന് നമ്മൾ അതെ ആലോചിക്കേണ്ടത്. പിന്നെ വേറൊരു സംഭവം കേട്ടെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഇനീഷ്യൽ ഒരു എപ്പിസോഡിൽ ഇപ്പോൾ കുറച്ച് നല്ല കണ്ടന്റ് ഉണ്ട് വിചാരിക്കുന്നു, ചിലത് നല്ല കണ്ടന്റ് ആവില്ല. പക്ഷെ നെക്സ്റ്റ് എപ്പിസോഡിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നെക്സ്റ്റ് ഡേയിലുണ്ടല്ലോ ഇതായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ബെറ്റർ സാധനം ഉണ്ടായിരിക്കും. ഈ ഫസ്റ്റ് ഒരു സിറ്റുവേഷൻ കുറച്ച് പോരാന്ന് പോകുന്ന കണ്ടന്റും നെക്സ്റ്റ് ഒരു ബെറ്റർ ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കും. പക്ഷേ ഈ ഒരു കണ്ടിന്യൂറ്റി കിട്ടാത്തതുകൊണ്ട് ഈ നല്ല കണ്ടന്റ് പോലും ഇവർ ഒഴിവാക്കാനുള്ള സാധ്യത ഉണ്ട്. അതെ അപ്പൊ എല്ലാവർക്കും വേണ്ട റീച്ച് ഇത് കൊടുക്കാനും പറ്റില്ല. പിന്നെ ഇവരുടെ ഒരു മൈൻഡ് ഗെയിം കൂടി ഉണ്ടല്ലോ, മാർക്ക് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഒരു ഫേവറിറ്റീസും കാര്യങ്ങളും ഉണ്ടായിരിക്കാം. പിന്നെ ഇവര് ഒന്നാമത് മെന്റലി ഒരു പ്രഷറൈസ് ചെയ്തുള്ള സിറ്റുവേഷൻ നിൽക്കുന്നത്. അപ്പൊ എല്ലാവർക്കും അത് കൂടെ കടന്നു പോകാൻ പറ്റില്ല. ഇത് ഒരിക്കലും ഡിസൈഡ് ചെയ്യുന്നൊരു നല്ല പേഴ്സണ് കൊടുക്കുക എന്നുള്ള ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ എല്ലാരും പറയുന്നത് മണിക്കുട്ടൻ പറഞ്ഞൊരു കണ്ടസ്റ്റന്റ് ഉണ്ടായിരുന്നു. പുള്ളി മാത്രമാണ് എല്ലാവരുടെയും മറ്റൊരു ഇഷ്ടം സമ്പാദിച്ച് വിന്നറായിട്ടുള്ള ഏക വ്യക്തി. അതെ അതെ ബാക്കിയുള്ളവരൊക്കെ എല്ലാവരും ഇഷ്ടപ്പെട്ട് ഒരു വിന്നറായിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നില്ല. അവര് മറ്റേ പ്രൊജക്ട് ചെയ്ത രീതികളിലും അയാൾ പെർഫെക്റ്റ് മനുഷ്യരാണ്. പെർഫെക്റ്റ് എന്നല്ല, ഒരു പോസിറ്റീവ് വൈബ് എന്ന രീതിയിലല്ല പൂർണ്ണമായിട്ടും വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പൊ ഇതിലെ കണ്ടസ്റ്റൻസിന് ഒരിക്കലും എന്താ പറയാ ജെന്യുവിൻ അല്ലാണ്ട് ഫേക്ക് ആയിട്ട് നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഐ മീൻ ക്യാരക്ടർ വൈസ്. കാരണം നമുക്ക് എത്ര സമയം പറ്റും, കാരണം അവർക്ക് ബിഗ് ബോസിന്റെ ഇതിനനുസരിച്ചിട്ട് നമ്മുടെ വിശ്വാസം അനുസരിച്ച് അവർക്ക് മൊബൈൽ ഇല്ല, ഒരു പുറം ലോകമായിട്ട് കണക്ഷൻ ഇല്ല, ഫാമിലി ആയിട്ട് കണക്ഷൻ ഇല്ല, അവരുടെ കണക്ഷൻ ഇല്ല, ഒന്നും ഇല്ലാണ്ട് ഒരു അടച്ച റൂമിൽ ഒരു വീട്ടിൽ നമുക്ക് ആലോചിക്കാൻ പറ്റുമോ നമ്മുടെ വീട്ടിൽ തന്നെ മൊബൈലോ ടി വിയോ ഒന്നും ഇല്ലാണ്ട് ഒരു മാസമോ അല്ലെങ്കിൽ 100 ദിവസം വേണ്ട, ഒരു മാസം നമുക്ക് നിൽക്കാൻ പറ്റുമോ? എത്ര ബുദ്ധിമുട്ടാവും. ഒരാളുടെ പ്രഷർ പോയിന്റ് അനുസരിച്ച് ആ ഒരു ടൈമിൽ ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് വരും. നാച്ചുറൽ സ്വഭാവം പുറത്തോട്ട് പിന്നെ വരുന്നതാണ്. എത്ര ക്യാമറ ഉണ്ട് എന്തുണ്ട് എന്നൊക്കെ പറഞ്ഞാലും എത്ര സമയം അവർക്ക് ഫേക്ക് ആയിട്ട് നിൽക്കാൻ പറ്റും? കണ്ടസ്റ്റൻസിന്റെ പലരും കാണുന്ന സ്വഭാവം മേ ബി ഒരുവിധം പുറത്ത് അവരുടെ റിയൽ ക്യാരക്ടർ ആവാനും ഒരു സാധ്യത കൂടുതലാണ്. കാരണം ഫേക്ക് ആയിട്ട് അധിക സമയമൊന്നും നമുക്ക് പിടിച്ചേക്കാൻ പറ്റത്തില്ല, അത്രയും ഒരു ലോങ് ഡ്യൂറേഷനിൽ പ്രത്യേകിച്ചും. അതുപോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ വീക്കെൻഡ് എപ്പിസോഡിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ പലയിട്ടും വന്ന് പറയും, മക്കളെ ഇങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യാൻ പാടില്ല, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ കാണുന്ന പരിപാടിയാണ്, അപ്പോൾ കുറച്ച് മാന്യമായി ബിഹേവ് ചെയ്യണമെന്ന് പുള്ളി പറയുന്നുണ്ട്. പക്ഷേ ഈ ബിഗ് ബോസിന്റെ ഹോൾ ടീമിന് തന്നെ അറിയാവുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള പ്രവർത്തികളാണ് ഇവർ തമ്മിലുള്ള ആർഗ്യുമെന്റ്സ്, ഫൈറ്റ്സ്, ഇതാണ് ഇതിന്റെ മെയിൻ സെല്ലിംഗ് പോയിന്റ് നമുക്ക് വ്യക്തമായിട്ട് അറേഞ്ച് ചെയ്യാം. അതെ പക്ഷേ ഇതൊരു ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങനെയൊന്നല്ല നോക്കുന്നത്, ഇത് നല്ലൊരു പരിപാടിയാണ്, അത് ഞങ്ങൾ മാക്സിമം കൺട്രോൾ ചെയ്യുന്നുണ്ട് എന്നൊരു സാധനം വരുത്തി തീർക്കാൻ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും സമാധാനപരമായിട്ട് മൊത്തമായിട്ട് പ്രോഗ്രാം നീങ്ങുകയാണെങ്കിൽ എന്തായാലും ഒരു മനുഷ്യൻ പോലും കാണാൻ പോകുന്നില്ല. അതെ കാണുന്നില്ല. പക്ഷെ ഇവര് വ്യക്തി നമ്മൾ ഓക്കെ വളരെ നല്ല ആൾക്കാരാണ്, ഞങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട് എന്നൊരു സാധനം, ഓക്കെ ഒരു ഡിപ്ലോമാറ്റിക് വേ സെറ്റ് അല്ല, ചെയ്യാൻ ഇവർക്ക് ഉദ്ദേശിക്കുന്നുണ്ട്. കൊടുക്കുന്ന ടാസ്കുകളാണെങ്കിൽ പോലും തമ്മിൽ അടുപ്പിക്കാൻ ചാൻസ് കൂട്ടിയ സാധനങ്ങൾ മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതെ, പല ഗെയിമുകളിലും പല ഇപ്പൊ ടാസ്കുകളിലും. എന്നോട് പറയാണ് നിന്റെ കുറച്ച് ഡ്രോബാക്സ് പറയാൻ പറയുമ്പോൾ ഞാൻ ഓൾറെഡി 2 നോട്ടീസ് ചെയ്യാത്ത, നീ നോട്ടീസ് ചെയ്യാത്ത കാര്യങ്ങളാ പറയണെന്ന് വെച്ചോ, പ്രത്യേകിച്ച് നമ്മൾ തമ്മിൽ ഞാനത് ഓൾറെഡി ഞാനത് എടുത്തു പറയുമ്പോൾ നീ ഓൾറെഡി ഒഫൻഡഡ് ആവും ഉള്ളില്. എന്നിട്ട് അതെ ഏതെങ്കിലും സമയത്ത് അത് പുറത്തു വരും ചെയ്യും. നീ അന്ന് എന്നോട് ഉം. അങ്ങനെ പറഞ്ഞു അല്ലടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതല്ലാണ്ട് വേറെ ഒന്നും ചിന്തിക്കാനോ കാണാനോ ഇല്ലേനുമല്ലോ. ഇത് മാത്രമല്ല അവിടെ ഡിസ്കസ് ചെയ്യാനും. ബാക്കി പുറം ലോകമായിട്ട് കണക്ട് ഇല്ലാത്തതുകൊണ്ട് അതെ തന്നെ ബാക്കി ഡിസ്കഷൻ ഒക്കെ ചുരുങ്ങി. പുറം ലോകത്തെ പറ്റി കയറിപ്പോയി കഴിഞ്ഞാൽ 2 ദിവസം 3 ദിവസം സംസാരിക്കും. അതിനുശേഷം പിന്നെ ഒക്കെ ഇവര് മാത്രമേ ഉള്ളൂ. അതെ എനിക്ക് തോന്നുന്നത് സ്വന്തം റിലേഷൻസ് പോലും മറന്നു കാണുമായിരിക്കും. പുറമെയുള്ള ആൾക്കാരുണ്ടോ അതുവരെ മറന്നുപോയി കാണുമായിരിക്കും ചിലപ്പോൾ. അതായത് പുറം ലോകത്തെ കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു സമയം കൊടുക്കുന്നില്ല. ഇവര് ലോൺലിസ് ആയിട്ട് ഇരുന്ന് കരയുക എന്നല്ലാതെ ഇവര് ഇടയ്ക്കിടയ്ക്ക് എൻഗേജിങ് ആയിട്ട് ഓരോ പ്രോഗ്രാംസ് കൊടുത്ത് ഇവര് തമ്മിൽ തെറ്റിക്കാനുള്ള കാര്യങ്ങൾ, ഓക്കെ അവിടെ ഓൾറെഡി മറ്റേ സൈക്കോളജിസ്റ്റും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ ഇവർക്കറിയാം ഒരു എഡ്യൂക്കേഷൻ വെച്ച് ഇവിടെ എന്ത് കൊടുത്താൽ എന്ത് വർക്കാവും, ഇവർ തമ്മിൽ എങ്ങനെ തെറ്റിക്കാം. ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള മറ്റേ കുറെ ഗ്രൂപ്പായിട്ടൊക്കെ തിരിഞ്ഞ ആൾക്കാരെ ഇവർ ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ ചെയ്യാൻ പാടൂ, ഇവനെ കുറിച്ച് കുറ്റം പറയാന്നൊക്കെ ടാസ്ക് കൊടുത്ത് നിനക്ക് പറഞ്ഞേ പറ്റൂ.
എന്തായാലും അൾട്ടിമേറ്റ്ലി ഒരാൾ മാത്രമേ പിന്നെ വിന്നർ ആവുള്ളൂ. രസമായിരിക്കണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് തമ്മിൽ പരസ്പരം തെറ്റി. വേറെ നിവർത്തിയില്ല. ഞാൻ നിന്നെ നാളെയും കാണേണ്ടി വരും. അടുത്ത സെക്കൻഡിലും കാണേണ്ടി വരും. പുറത്താണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വണ്ടി എടുത്ത് എവിടെയെങ്കിലും പോവാം. കാണണ്ടല്ലോ പറയും. അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. അടുത്ത ടാസ്ക് ഒരുമിച്ച് ഒരേപോലെ തന്നെ വീണ്ടും വരിക അവിടെ കിടന്നിട്ട്. പിന്നെ എന്ത് കാണിക്കുന്ന അറിയില്ലേ? തെറ്റിന്റെ ഇടയിൽ കൂടെ ഇവന്റെ ഡ്രോബാക്സ് പറയാന്ന് പറഞ്ഞിട്ട് ടാസ്ക് കൂടിയും കൊടുത്തു കഴിഞ്ഞാൽ നല്ല രസമായി. തീരുമാനം അല്ല ഞാൻ ആലോചിച്ചു പലപ്പോഴും നമുക്ക് തന്നെ ഒരാളെ ഫേസ് ചെയ്യാൻ മടി. എന്തെങ്കിലും പറഞ്ഞിട്ട് ഇപ്പൊ കുറച്ചു നേരം കഴിഞ്ഞ് നമുക്ക് രണ്ടാമത് റീകൺസൈൽ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു ചടുപ്പ് പോലെയല്ലേ നമ്മൾ സംസാരിക്കുമ്പോൾ ഈ തന്നെ. കരിവാരി തേക്കുക എന്നുള്ള സംഭവം ഉണ്ടല്ലോ, ലിറ്ററലി അവർ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഒരു നോമിനേഷൻ ഒരു പ്രോസസ് ഒക്കെ ചെയ്യുമ്പോൾ ഒരു കരിവാരി തേക്കുന്ന പോലെ നിന്നെ ഒരാളെ നോമിനേറ്റ് ചെയ്യുമ്പോൾ കരിവാരി തേക്കുക. നമ്മളൊരു ഇഷ്ടമില്ലാത്ത ആളെന്ന് വന്ന് നമ്മളെ കരിവാരി തേക്കാണ്. ഇതൊക്കെ നമുക്ക് സത്യം പറഞ്ഞൊരു ഭയങ്കര പോസിറ്റീവ് വൈബ്സ് അല്ല തരുന്നത്. അയാളോട് ഇഷ്ടമല്ല മോനെ നീ അത്യാവശ്യം നന്ദി എന്നല്ല പറയാൻ തോന്നുന്നുണ്ടാവുക. നെഗറ്റീവ് വൈബ് അല്ല ആ വ്യക്തിയോട് തോന്നുന്നുണ്ടാവുക. എന്നിട്ടാണ് ഇവർ ഇത് ബിൽഡ് ചെയ്യാൻ നോക്കുന്നത്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഷോക്ക് ഇത്രയധികം ഒരുപാട് ഷോകളുടെ ഇടയിൽ ഇത്രയധികം ഷോകളുടെ ഇടയിൽ ഈ ഷോക്ക് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞു തുടങ്ങിയ പോലെ തന്നെ ഇത്രയധികം ആക്സെപ്റ്റൻസും പോപ്പുലാരിറ്റിയും ഒക്കെ കിട്ടാനുള്ള ഒരു കാരണം. അല്ലാണ്ട് ഈ ഒരു ഷോ ഫുള്ള് സ്പ്രെഡ് ലവ് സ്പ്രെഡ് പീസ് ഈ ലൈനിലൊന്നും പോയി കഴിഞ്ഞാൽ ഒരു മനുഷ്യനും കാണണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ കണ്ടസ്റ്റൻസിനൊക്കെ കുറച്ചുകൂടി അക്സെപ്റ്റൻസ് കിട്ടാനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പി ആർ വർക്ക് തന്നെ ആയിരിക്കും. ഒരുവിധം എല്ലാ കണ്ടസ്റ്റൻസിനും പി ആർ പുറത്ത് പറഞ്ഞു വെച്ചിട്ട് തന്നെ ആയിരിക്കും ഉള്ളിൽ കയറി കാണായിരിക്കും. എന്തായാലും അവർക്ക് നല്ല രീതിയിൽ പറയുന്ന ഡയലോഗ്സ് എല്ലാം ബൂസ്റ്റ് ചെയ്യാൻ അത്യാവശ്യം ബിജിഎം കയറ്റി കഴിഞ്ഞാൽ തന്നെ ആൾക്കാരിലേക്ക് റീച്ച് ഉണ്ട് അതെ. എന്തായാലും. അത്രയും റീച്ച് കൂടാത്ത കണ്ടന്റൊക്കെ ഒരു മ്യൂസിക് ബിജിഎം കൂട്ടി കഴിഞ്ഞാൽ ഞാൻ അതിന്റെ ഇമോഷൻ തന്നെ മാറും. ഇവർക്കൊരു ഹീറോയിക് പരിവേഷം കാര്യങ്ങളൊക്കെ കൊടുക്കാം. അല്ല പരിപാടിയാണ്. പിന്നെ അതുപോലെ അവര് തന്നെ പുറത്ത് ഇപ്പോ ഉള്ളിലത്തെ ഒരു കണ്ടസ്റ്റന്റ് ഒരു മിനിമലി പെർഫോം ചെയ്താൽ പോലും പുറത്തൊരു പി ആർ ഏജൻസി നന്നായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചുകൂടി നല്ല രീതിയിൽ ഹൈലൈറ്റഡ് ആയിട്ട് കുറച്ച് അതിന് ആൾക്കാരിലേക്ക് റീച്ച് ആ എത്തുകയും ചെയ്യും. കണ്ടസ്റ്റന്റിന്റെ കണ്ടസ്റ്റൻസിനെ കുറച്ചും കൂടി ഇതാവുകയും നല്ല ചെയ്യും. കാര്യങ്ങൾ മാത്രം അവർ നല്ലൊരു ആക്ടിവിറ്റി അല്ലെങ്കിൽ നല്ലതായിട്ട് ചെയ്ത കാര്യങ്ങൾ മാത്രം ബൂസ്റ്റ് ചെയ്ത് വിടുമല്ലോ പിന്നെ പി ആർ കമന്റ് ഏജൻസി. ബോക്സിലാണെങ്കിലോ ഇല്ലാത്ത കുറച്ച് ഫേക്ക് ഐഡീസ് ഉണ്ടാക്കുകയും ചെയ്യും. വെറുതെ കമന്റ് ചെയ്യുക. അതൊക്കെ നമ്മൾ ശരിക്കും ലിറ്ററലി നമ്മൾ കമന്റ്സ് എല്ലാം വായിക്കും ചെയ്യുമല്ല. എന്നിട്ട് നമുക്ക് തന്നെ ഒരു അസംഷൻ ഉണ്ട്. കമന്റ്സിൽ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഏറെക്കുറെ അതന്നെ നമ്മൾ ആ സൈഡ് പിടിക്കും ചെയ്യും. ഇപ്പോൾ പി ആർ ഏജൻസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ചെയ്യുന്നത് കണ്ടസ്റ്റന്റിനെ ബൂസ്റ്റ് ചെയ്യുക മാത്രമല്ല, ബാക്കിയുള്ള കണ്ടസ്റ്റന്റിനെ ഒന്ന് താഴ്ത്തി കെട്ടി ഡീഗ്രേഡ് ചെയ്ത് ബാക്കിയുള്ള ഒരു ഹേറ്റ് സ്പ്രെഡ് ചെയ്ത് ബാക്കിയുള്ള പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് ചെയ്യുന്നതൊക്കെ ഒരു വോട്ടിങ്ങിന് വേണ്ടിയിട്ടും ഒരു പി ആർ ഏജൻസി ഏറ്റെടുത്തിട്ടുള്ള ടീമിന് വേണ്ടി ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്ത് അവരെ കണ്ടസ്റ്റന്റ് ഇമേജ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി കൂടി തന്നെയാണ്. അവർ വിന്നറാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ പലപ്പോഴും ഈ ഗെയിമും ഇതിലുള്ള ആളുകളുള്ള ദേഷ്യവും കണ്ടസ്റ്റന്റിനുള്ള ദേഷ്യവും കാര്യങ്ങളും ആളുകൾ ഇമോഷണലി പേഴ്സണലൊക്കെ എടുക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അത് ഗെയിമിന്റെ പുറത്തേക്കും അല്ലെങ്കിൽ മേ ബി അവരെ ഗെയിമിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവരുടെ പേഴ്സണൽ ലൈഫിൽ വരെ ഇമ്പാക്ട് ചെയ്യുന്ന പോലത്തെ കമന്റ്സ് ഒക്കെ കരിയറിലൊക്കെ ഭയങ്കര മോശം ഒരു ഇമ്പാക്ട് വരുന്ന പോലെ തോന്നിയിട്ടുണ്ട്. കരിയറും പേഴ്സണൽ ലൈഫും ഒക്കെ ഇമ്പാക്ട് ചെയ്യുന്ന പോലത്തെ കമന്റ്സ് ആണ് ഇപ്പോൾ പലപ്പോഴും കാണുക. അതിന്റെ ഒരു ആവശ്യമില്ല. ഇതൊരു ഗെയിമാണ്. ആഫ്റ്റർ ഓൾ വെറും ഒരു ഗെയിം മാത്രമാണ്. ആ കണ്ടസ്റ്റൻസ് പറഞ്ഞാൽ അവർക്ക് പൈസക്കും അല്ലെങ്കിൽ ഫെയിമിനൊക്കെ വേണ്ടി അവർ വരുന്നു പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. ഒരാൾ ജയിക്കുന്നു പോകുന്നു. അത് അവസാനിച്ചു. അത്രേ ഉള്ളൂ. അതും മറിച്ച് വേറെ മനുഷ്യനെ ഉപദ്രവിക്കുന്ന പോലും ഇല്ല. അതെ. പിന്നെ വാക്കുകൾ കൊണ്ട് ഉപദ്രവിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് പിന്നെ അവര് അത് അവർ പബ്ലിക് ആയിട്ട് വന്ന് പരസ്പരമേ അപ്പോളജി ഉള്ളൂ. ചെയ്യുന്നുണ്ട് ചില ആ കാര്യങ്ങളിൽ. പരസ്പരം ഈ കാണുന്ന ഉപദ്രവിക്കുന്ന ജനങ്ങൾക്ക് ഇതൊരു പ്രശ്നം ഉണ്ടാക്കുന്ന അതെ. കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. കാണുന്ന ഒരാളെ പേഴ്സണൽ ലൈഫിനെ അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ ലൈഫിനെ ഒരിക്കലും ഇമ്പാക്ട് ചെയ്യാത്ത കാര്യങ്ങൾ മാത്രമേ അവരെ അവിടെ ചെയ്യുന്നുള്ളൂ. അത് നമ്മൾ ഇമ്പാക്ട് ചെയ്യുന്നില്ല. അപ്പൊ അവർക്ക് ഒരാൾക്കത് ഇത്രയധികം ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അല്ല ഇപ്പൊ നമ്മളെ പിടിച്ച് ബിഗ് ബോസ് എങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ സ്വഭാവങ്ങൾ ഇപ്പൊ എല്ലാവരും ഇഷ്ടപ്പെടണം എന്ന് നിർബന്ധം ഇല്ല, ഇല്ല. ഒരിക്കലും ഇല്ല. ഈ പലപ്പോഴും ഈ കണ്ടസ്റ്റൻസ് ചെയ്യുന്ന ഒന്നോ രണ്ടോ മോശം ആക്ടുകൾ മാത്രമാണ് നമ്മൾ ഈ ജനറലായിട്ട് അവരുടെ ബിഹേവിയർ ആയിട്ട് ഇക്വേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് എന്താ ഈ പുറത്തിറങ്ങി കഴിഞ്ഞാലും ഇവരുടെ കമന്റ്സിനൊക്കെ താഴെ പോസ്റ്റിനൊക്കെ താഴെ എന്തായാലും നെഗറ്റീവ് ആയിട്ടുള്ള കമന്റ്സ് ഇടാൻ കാരണം ഇത് തന്നെയാണ്. അപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഗെയിമിനെ ഗെയിമായിട്ട് കാണുക. അതവിടെ ഒരു കണ്ടസ്റ്റൻസ് വരുന്നു, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു, പോകുന്നു. അതിന്റെ അപ്പുറം പേഴ്സണലായിട്ട് ഇമോഷണലായിട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. അത് അപ്പൊ ഈ ഗെയിം ഷോ കാണണോ വേണ്ടെന്നുള്ളത് എന്താ കാണുന്ന ഒരു ചോയ്സ് ആണ്. പക്ഷെ അത് നിങ്ങൾ ഇമോഷണലി ബാധിക്കുന്നുണ്ട്. അതിന്റെ പിന്നാലെ ഒരാളെ തെറി വിളിക്കാന്നൊക്കെ അവരെ ഇമോഷണലി ബാധിച്ചുകൊണ്ടായിരിക്കാം ഇത് പോയി ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നിങ്ങളെ തന്നെ എഫക്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാം കാണണോ വേണ്ടതെന്ന് ഇവർ തന്നെ റീതിങ്ക് ചെയ്യേണ്ട കാര്യമാണ്. അത് വെറുതെ ഇവരുടെ ഒരു ഇമോഷണൽ സാധനം കൂട്ടിയിട്ട് ഇങ്ങനെ പുഷ് ചെയ്ത് അവരെയും വേദനിപ്പിക്കുന്നതുകൊണ്ട് ഒരു ഗുണം ഉണ്ടാവുന്നില്ല. എല്ലാവരും പോസിറ്റീവ് രീതിയിൽ മുന്നോട്ട് പോകായിരിക്കും നല്ലതെന്ന് തോന്നുന്നു.